നിതിൻ രാജിനെ അധ്യാപകൻ ഡോക്ടർ എം കെ റാം ക്ലാസ്സിൽ പതിവായി അധിക്ഷേപിച്ചിരുന്നു എന്ന് സഹപാഠി ആർച്ച് 24നോട്. ഈ അധ്യാപകന് പുറമെ വിദ്യാർത്ഥികളെ ദ്രോഹിക്കുന്ന അധ്യാപകർ കോളേജിലുണ്ട് എന്ന് സീനിയർ വിദ്യാർത്ഥി കീർത്തിയും വെളിപ്പെടുത്തി. ഇത്തരം കോളേജുകൾ തുടരണോ എന്ന് ആലോചിക്കുമെന്ന് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമൽ പ്രതികരിച്ചു. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വിദ്യാർത്ഥികളോടുള്ള ഡോക്ടർ എം കെ റാമിന്റെ അധിക്ഷേപം. കഴിഞ്ഞ 15 വർഷമായി ഇവിടെ അധ്യാപകനാണ് റാം. BDS 1ാം വർഷ ക്ലാസ്സിൽ ഈ അധ്യാപകൻ പതിവായി ലക്ഷ്യം വെച്ചത് നിതിൻ രാജിനെ എന്ന സഹപാഠി ആർച്ച. ക്ലാസ്സിൽ എപ്പോഴും നമുക്ക് അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ കുനിയുമ്പം ഉറങ്ങുവാണല്ലേ, ഗെറ്റ് ഔട്ട് പറഞ്ഞ് 3 മാസം അറ്റൻഡൻസ് കളയുക. നിതിനെ കൂടുതലായിട്ട് ഹറാസ് ചെയ്യുന്നുണ്ട്. നിതിനെ ലാസ്റ്റ് വീക്ക് കഴിഞ്ഞാൽ നല്ല രീതിക്കാണ് ഹറാസ് ചെയ്തിട്ടുള്ളത്. ഒരു ട്രോമയായിരുന്നു ആ സാമാന്യങ്ങളൊക്കെ പറയുന്നത്. ഈ അധ്യാപകനിൽ നിന്ന് കാലങ്ങളായി വിദ്യാർത്ഥികൾ ദുരനുഭവം നേരിടുന്നെന്ന് നിതിൻ രാജിന്റെ സീനിയർ വിദ്യാർത്ഥി കീർത്തിയും പറയുന്നു. വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന അധ്യാപകർ കോളേജിൽ വേറെയുമുണ്ടെന്നും വെളിപ്പെടുത്തൽ. ഹോസ്റ്റലിലായിരുന്നാലും അങ്ങനെ തന്നെയാണ്. 2 മണിവരെയൊക്കെ നിർത്തിയിട്ട് നമ്മളെ റാഗ് ചെയ്യുക. സ്റ്റാഫ് തന്നെ ഉണ്ടാവും അവിടെ, ഹോസ്റ്റലിൽ സ്റ്റാഫ് ഉണ്ടാവും, അവർ പിടിച്ചു നിർത്തി റാഗ് ചെയ്യുക. നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമൽ. കൃത്യമായ നടപടി, ശക്തമായ നടപടി ആരോഗ്യ സർവകലാശാല നടത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിതിൻ രാജിന്റെ വീട്ടുകാരെ സന്ദർശിച്ച ശേഷമായിരുന്നു വൈസ് ചാൻസലറുടെ പ്രതികരണം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.